പ്രിയരെ, അനുഗ്രഹം, അഭിഷേകം പോലെ ദൈവം നമ്മളിലേക്ക് ഒഴുക്കുന്ന പുലർകാല വിചിന്തനം. ഇന്നത്തെ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന കാര്യം എപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. 1 സാമുവേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം. എഫ്രൈം മലനാട്ടിലെ റമാത്തായിൽ സുഫവംശജനായ എൽക്കാന എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിലൊരു ഭാര്യയ്ക്ക് മക്കളുണ്ടായിരുന്നു. എന്നാൽ 2-ാമത്തെ ഭാര്യ ഹന്ന അവൾ വന്ധ്യയായിരുന്നു. അറിയാമല്ലോ, ഒരു സ്ത്രീ വന്ധ്യയായി മാറിയാൽ അവളുടെ ജീവിതത്തിൽ എത്രമാത്രം നൊമ്പരങ്ങളിലൂടെയായിരിക്കും അവൾ കടന്നു പോവുക. അപമാനിതയായി പോവുക സ്ത്രീ. നമ്മളുടെ ഒരു സാധാരണ ചിന്തയ്ക്കകത്ത് പോലും നമ്മൾ കണക്കാക്കുന്നൊരു കാര്യമുണ്ട്. ഒരു സ്ത്രീത്വം സമ്പൂർണമായി മാറണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു വേണമെന്നുള്ളൊരു ധാരണ സമൂഹം നമ്മളുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ പടർത്തി വെച്ചിരിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഓർത്തുകൊള്ളുക കേട്ടോ, നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിലും മക്കളില്ലെങ്കിലും നിങ്ങൾ അനുഗ്രഹമുള്ളവരാണ്. നിങ്ങളിലേക്ക് ദൈവകൃപ ഒഴുകി വരും. കാരണം മനുഷ്യ ജന്മം തന്നെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയാണ്. നിങ്ങൾ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ജനിച്ചത് തന്നെ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് ഒരു സ്ത്രീയുടെ ജീവിതം സമ്പൂർണ്ണമാകുന്നത് കുഞ്ഞുണ്ടാകുമ്പോഴൊന്നുമല്ല, അവൾ ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിച്ച് ജീവിക്കുമ്പോഴാണ് കേട്ടോ. പക്ഷെ നമ്മളിന്ന് വിചിന്തനം നടത്താൻ പോകുന്നത് ഇതിനെക്കുറിച്ചല്ല. എന്താണ് പ്രാർത്ഥന എന്നതിനെക്കുറിച്ചാണ്. വന്ധ്യ എന്നറിയപ്പെട്ടിരുന്ന ഈ ഹന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ പോയപ്പോൾ എൽക്കാനയുടെ മറ്റൊരു പത്നി ഇവളെ എപ്പോഴും പ്രകോപിപ്പിക്കുകയും കളിയാക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾ ദൈവത്തിൻ്റെ ആലയത്തിനുള്ളിലേക്ക് കയറി ചെന്നിട്ട് ദൈവത്തോട് അവൾ ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു നേർച്ച നേർന്നു. നമ്മൾ സാധാരണ ദേവാലയങ്ങളിലൊക്കെ പോകുമ്പോൾ നേർച്ച നേരാറുണ്ട്. നേർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ ഹന്ന ഇങ്ങനെ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അവനെ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൾ ഹൃദയത്തെ സംസാരിച്ചിരുന്നു, അധരം മാത്രമേ ചലിച്ചുകൊണ്ടിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നില്ല. അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ദേവാലയ പുരോഹിതന് തോന്നി. അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, നിന്റെ ഹൃദയമാണ് ദൈവത്തോട് ചേർന്നിരിക്കേണ്ടത്. അധരം തുറന്ന് നീ എത്രമാത്രം സ്വരമുയർത്തി കാറി കൂകി വിളിച്ചാലും നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ അരികിലല്ല എങ്കിൽ എങ്ങനെ നിന്റെ പ്രാർത്ഥന അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയായി മാറും? പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തേണ്ടത് പ്രിയപ്പെട്ടവരെ ഹൃദയത്തിലേക്ക് കൊരുത്തു വെക്കുമ്പോഴാണ്. മനസ്സ് ദൈവ അരികിലേക്ക് കൊരുത്തു വിടുമ്പോഴാണ് നിന്റെ പ്രാർത്ഥന അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയായി മാറുന്നത്. അതല്ലാതെ നമ്മൾ കുറേയേറെ ഒച്ചകൾ വെച്ചു കുറേയേറെ കിടന്ന് നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രാർത്ഥനയാകണമെന്നില്ല. മനസ്സെപ്പോഴാണോ ദൈവത്തിൻ്റെ അരികിൽ നിശ്ചലമായി നിൽക്കുന്നത്, ഹൃദയത്തോട് സംവേദനം ചെയ്യുന്നത്, ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന. ഹേലി എന്ന് പറയുന്ന പുരോഹിതൻ അവളുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, നീ മദ്യപിച്ച് ലക്ക് കെട്ടി ദേവാലയത്തിനുള്ളിൽ വന്ന് കയറിയിരിക്കുകയാണോ? അവൾ പറഞ്ഞു, അല്ല പിതാവേ, കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരം ഞാൻ പകരുകയായിരുന്നു. ഈ ദാസിയുടെ അധപ്പതിച്ചൊരുവളായി വിചാരിക്കരുതേ. അധികമായി ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഏലി എന്ന പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോവുക, ഇസ്രയേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മനോഭാവം. നീ ദൈവത്തിൻ്റെ പക്കൽ നിന്റെ ഹൃദയത്തെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അരികിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ
100% നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹത്തിന്റെ അവകാശമായ പ്രാർത്ഥനയായിട്ട് മാറും. ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പ്രാർത്ഥനയും ദൈവവും അനുഗ്രഹവും അഭിഷേകവുമായി കൂടെ ഉണ്ടാവുകയുള്ളൂ. അവൾ പിന്നീട് ഒരിക്കലും കരഞ്ഞില്ല. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ പിന്നീട് അവളുടെ അരികിലൂടെ പോലും പോയില്ല. കാരണം അവൾ വിശ്വസിച്ചത് ദൈവമായ കർത്താവിന്റെ സന്നിധിയിലാണ്. പ്രത്യാശ അവൾ ഏൽപ്പിച്ചു കൊടുത്തത് ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ്. ദൈവം അവളെ അനുഗ്രഹിച്ചു. കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. അപ്പോൾ ദൈവത്തിന്റെ അരികിൽ നിന്ന് ഞാൻ ചോദിച്ചു വാങ്ങുന്നതാണ് എൻ്റെ അനുഗ്രഹം. മക്കൾ പിതാവിന്റെ അരികിൽ എത്ര സ്വാതന്ത്ര്യത്തോടുകൂടെ നിൽക്കുന്നോ അത്രമാത്രം മനസ്സോടെ ദൈവത്തിന്റെ അരികിൽ ഒട്ടിച്ചേർന്ന് എന്നൊരു വ്യക്തി ദൈവത്തെ വിളിക്കുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. ഹൃദയത്തിലേക്ക് കൊരുത്തിടുന്ന അനുഭവം. നമുക്കൊന്ന് കണ്ണടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ, ഹൃദയം തുറന്ന് അങ്ങയുടെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാകണമേ. അങ്ങയുടെ ആത്മാവിലേക്ക് എന്നെ ചേർത്ത് വയ്ക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.